അതെ, ഈ ചൂടത്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാടൻ മാങ്ങ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് കുടിച്ചാലോ? ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇത് സ്റ്റൗവിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ വരും. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ സാബൂനരി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച് വരുന്ന സമയത്ത് സാബൂനരി ഇട്ട് കൊടുക്കുക, വേവിച്ചെടുക്കുക, തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഇത് ഒരു മിക്സഡ് ജാറിലോട്ട് മാങ്ങാപ്പൾപ്പ് ഇട്ട് കൊടുക്കുക, പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ചെടുത്ത് സാബൂനരി ഇട്ട് കൊടുക്കുക. ചെറിയൊരു കയ്യബദ്ധം, ഈ ഒരു സാബൂനരി വേവിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടോ ബാക്കിയുള്ള പരിപാടികളെടുത്ത് ആ ഒരു സമയം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു ഗൈസ്. അതോടുകൂടി ആകെ കട്ട പിടിച്ചു. ഒരു കയ്യബദ്ധം, ചെറിയൊരു വിഷമം. പിന്നെ ഞാൻ അതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുത്ത വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാട്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക പേരും. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കാൻ ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സിങ് കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം സാബൂനരി ഇവിടെ കട്ട പിടിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ അത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം, മധുരത്തിന് ആവശ്യത്തിന്. നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നങ്ങോട്ട് ഒരു കളറാവാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, അങ്ങനെയും ചെയ്യാം. ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട്. ഇനി ഐസ് ക്യൂബ്സ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യുക, കുടിക്കുക. നല്ല അടിപൊളി റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. അപ്പോൾ സാബൂനരി ആരും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കരുത് കേട്ടോ, പണി പാലും വെള്ളത്തിൽ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ട്രൈ ആക്കുക, സേവ് ആക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.